Dear friends, welcome to my YouTube channel. It's me, Alfin Salu, and you are watching Alfin Salu YouTube channel. നിങ്ങൾ 7ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? USS സ്കോളർഷിപ്പ് നേടാൻ ആഗ്രഹമില്ലേ? ഞാനൊരു USS ജേതാവാണ്. നിങ്ങൾക്ക് വഴികാട്ടിയാവാൻ എനിക്കാകും. ഇതാ നിങ്ങൾക്കായി തുടങ്ങുന്നു ഒരു USS കോച്ചിങ് സീരീസ്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും അറിവിൻ്റെ ചക്രവാളത്തിലേക്ക് നിങ്ങളെ നടത്താൻ ഞാനെത്തും. ക്ലാസ് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇന്നത്തെ ക്ലാസ് സോഷ്യൽ സയൻസിൽ നിന്നാവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യ പാഠമായ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നതിൻ്റെ ആദ്യ പേജാണ് ദേ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു സ്മാരകത്തെ വീക്ഷിക്കാൻ സാധിക്കുന്നില്ലേ? ഇത് ലോകത്തിലെ തന്നെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഇടയിൽ ചിലർക്കെങ്കിലും ഈ സ്മാരകത്തെ പരിചയമുണ്ടാകും. ഈയിടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ ചിത്രങ്ങളും വാർത്തകളുമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഹഗിയ സോഫിയ എന്ന ചരിത്ര സ്മാരകത്തെ പറ്റിയാണ്. ഇനി നമുക്ക് ഹഗിയ സോഫിയ എന്ന സ്മാരകത്തെ പറ്റി കുറച്ച് കൂടുതൽ അറിഞ്ഞാലോ? ഹഗിയ സോഫിയ AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. തുർക്കിയിലെ ഇസ്താൻബുളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ആരാധനാലയമാണ് ഹഗിയ സോഫിയ. ജസ്റ്റീനിയൻ 1ാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. 1453 ഒട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഹഗിയ സോഫിയ ഒരു മോസ്കാക്കി മാറ്റി. 1000-ലധികം വർഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമായിരുന്ന ഈ ഹഗിയ സോഫിയ പിന്നീട് അത്രത്തോളം കാലം തന്നെ രാജകീയ പ്രൗഢിയിലുള്ള മുസ്ലിം പള്ളിയായും നിലകൊണ്ട ഈ ദേവാലയം ഇന്ന് തുർക്കിയിലെ ഒരു മ്യൂസിയമാണ്. യൂറോപ്പും ഏഷ്യയും കൂടിച്ചേരുന്ന ഭാഗത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇസ്താംബുൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് നെയിമാണ് ഇസ്താംബുൾ. അടുത്തതായി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ എന്ന് പരിശോധിക്കാം. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രധാന സവിശേഷതകൾ. എന്നാൽ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന റോമൻ സാമ്രാജ്യം തകരുകയും അവിടെ ജീവിച്ചിരുന്ന പല പണ്ഡിതന്മാരും നിരവധി ആളുകളും അടുത്തടുത്തുള്ള നാടുകളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. എന്തായിരിക്കാം അവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് എത്തിച്ചേർന്നത്? നമുക്ക് പരിശോധിക്കാം. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ അതീവ താൽപര്യരായിരുന്നു. അടുത്തതായി നവോത്ഥാനം എന്ന ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യാം. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. അന്നത്തെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത്
ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകളായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു അന്ന് കൃതികൾ രചിക്കപ്പെട്ടിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകൾക്കു പകരം ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നീ ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. അതോടെ മതപരമായ ആശയങ്ങൾക്കു പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിലേക്ക് സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ ഒരു പുത്തൻ ഉണർവാണ് ഈ ഒരു മാറ്റത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഒരു മാറ്റമാണ് നാം നവോത്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വീണ്ടും ജനിക്കുക, റീബർത്ത് എന്നാണ്. പ്രിയ കൂട്ടുകാരി, നമുക്കറിയാവുന്നതുപോലെ USS പരീക്ഷ അത്ര എളുപ്പമുള്ളൊരു പരീക്ഷയല്ല. നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കുന്ന, ഒന്ന് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പ്രാപ്തരാകണം. ഉദാഹരണത്തിന്, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിരിക്കുകയാണ്. 4 ഓപ്ഷൻസും ഏകദേശം സെയിം ആശയങ്ങൾ തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഏതോ ഒരു ഓപ്ഷന് മാത്രം ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു കുത്തോ കോമയോ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു പോയിന്റിൻ്റെ മൊത്തം ആശയം തന്നെ മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ പ്രാപ്തരാകണം. അതുകൊണ്ട് നാം പഠിക്കുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് എത്രമാത്രം തറവാക്കാൻ പറ്റുമോ അത്രമാത്രം തറവാക്കണം. ഇന്ന് പഠിച്ച പാഠഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ USS പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇന്ന് പഠിപ്പിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില അധിക വിവരങ്ങളുമാണ് ഇനി നൽകാൻ പോകുന്നത്. എല്ലാം ഉൾപ്പെടുത്തി ഒരു നോട്ടായിട്ടാണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് കടക്കാം. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം: വീണ്ടും ജനിക്കുക. മധ്യകാലത്തു നിന്നും ആധുനിക കാലത്തേക്കുള്ള മാറ്റമായിരുന്നു നവോത്ഥാനം. കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കികൾ പിടിച്ചടക്കിയതാണ് നവോത്ഥാനത്തിൻ്റെ പ്രധാന കാരണം. നവോത്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ: വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, പുതിയ ഭൂമിശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ, കലകളുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ച, അച്ചടിയുടെ ആവിർഭാവം എന്നിവയൊക്കെയാണ് നവോത്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയ ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി തുർക്കി, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ജർമ്മനി. ശരിയായ ഉത്തരം തുർക്കി. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഇസ്താംബുൾ, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ഡി മ്യാൻമാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇസ്താംബുൾ. നവോത്ഥാനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മാനവികത, ഓപ്ഷൻ ബി മതപരമായ ആശയങ്ങൾ, ഓപ്ഷൻ സി അന്വേഷണ ത്വര, ഓപ്ഷൻ ഡി പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മതപരമായ ആശയങ്ങൾ. മധ്യകാലഘട്ടത്തിൽ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ഏതെല്ലാം? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഓപ്ഷൻ ബി ലാറ്റിൻ, ഗ്രീക്ക്,
ഓപ്ഷൻ സി സ്പാനിഷ് ഫ്രഞ്ച്, ഓപ്ഷൻ ഡി ഫ്രഞ്ച് ഇംഗ്ലീഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലാറ്റിൻ ഗ്രീക്ക്. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ഇറ്റലി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇറ്റലി. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഈ പരീക്ഷ എഴുതുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിനെ തുടർന്നുള്ള ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്ന് നാം പഠിച്ച സോഷ്യൽ സയൻസിൻ്റെ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.